നസ്രത്തിലെ ജോസഫ്, ഫാദർ ഡോക്ടർ സുനിൽ കല്ലറയ്ക്കൽ OSJ. മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പ് പിതാവിനായി സമർപ്പിച്ചിരിക്കുന്നതിനാൽ ഈ മാസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഈ അവസരത്തിൽ വിശുദ്ധ ജോസഫിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് നമുക്കല്പം ചിന്തിക്കാം. സുവിശേഷങ്ങളിൽ ജോസഫിൻ്റെ പേര് വളരെ കുറച്ച് തവണ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂവെന്ന് നമുക്കറിയാം. അതിനാൽ രക്ഷയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്ക് ഇല്ലെന്ന് ചിലർ നിഗമനം ചെയ്യുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. ജോസഫിനെക്കുറിച്ച് വെളിപ്പെടുത്തിയ വിവരങ്ങൾ അപൂർവമായതിനാൽ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം അവ വജ്രങ്ങൾ പോലെയാണ്. അതിൻ്റെ സൗന്ദര്യവും തിളക്കവും കണ്ടെത്താൻ വളരെ ശ്രദ്ധയോടെയും വൈദഗ്ധ്യത്തോടെയും പ്രവർത്തിക്കേണ്ടതുണ്ട്. രക്ഷാകര ചരിത്രത്തിൽ ജോസഫിൻ്റെ പങ്ക് അബ്രഹാത്തിൻ്റെയും മോശയുടെയും മേരിയുടെയും പോലെ തികച്ചും അതുല്യമാണ്. ഫ്രാൻസിസ് പാപ്പയും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും വിശുദ്ധ യൗസേപ്പ് പിതാവിന് രക്ഷയുടെ ചരിത്രത്തിലുള്ള പ്രധാന പങ്കിനെ പൂർണ്ണമായും വിലമതിക്കുന്നു. വാഴ്ത്തപ്പെട്ട പിയൂസ് 9 പാപ്പ അദ്ദേഹത്തെ സാർവത്രിക സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. പയസ് 12 പാപ്പ അദ്ദേഹത്തെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 അദ്ദേഹത്തെ രക്ഷകൻ്റെ കാവൽക്കാരനായി കണ്ട് റിഡംതോറിസ് കുസ്തോസ് എന്ന അപ്പസ്തോലിക പ്രബോധനം എഴുതി. വിശുദ്ധ യൗസേപ്പ് സാർവത്രികമായി നൽമരണത്തിൻ്റെ മധ്യസ്ഥനായി വിളിക്കപ്പെടുന്നു. 2 വർഷം മുമ്പ് 2020 ഫ്രാൻസിസ് പാപ്പയും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും വിശുദ്ധ യൗസേപ്പ് പിതാവിന് രക്ഷയുടെ ചരിത്രത്തിലുള്ള പ്രധാന പങ്കിനെ പൂർണ്ണമായും വിലമതിക്കുന്നു. വാഴ്ത്തപ്പെട്ട പിയൂസ് 9 പാപ്പ അദ്ദേഹത്തെ സാർവത്രിക സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. പയസ് 12 പാപ്പ അദ്ദേഹത്തെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 അദ്ദേഹത്തെ രക്ഷകൻ്റെ കാവൽക്കാരനായി കണ്ട് റിഡംതോറിസ് കുസ്തോസ് എന്ന അപ്പസ്തോലിക പ്രബോധനം എഴുതി. വിശുദ്ധ യൗസേപ്പ് സാർവത്രികമായി നൽമരണത്തിൻ്റെ മധ്യസ്ഥനായി വിളിക്കപ്പെടുന്നു. 2 വർഷം മുമ്പ് 2020 ഫ്രാൻസിസ് പാപ്പ പാട്രീസ് കോർഡെ എന്ന അപ്പസ്തോലിക ലേഖനം എഴുതുകയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ 1 വർഷം സഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിത്യപിതാവിനെ പോലെ ഈ ഭൂമിയിൽ യേശുവിൻ്റെ പിതാവായ ജോസഫ് നേരിട്ട് നമ്മോട് സംസാരിച്ചില്ല, മറിച്ച് പുത്രനിലൂടെ സംസാരിച്ചു. തീർച്ചയായും സുവിശേഷങ്ങളിൽ ജോസഫ് ഉച്ചരിച്ച ഒരു വാക്ക് പോലുമില്ല. ജോസഫിൻ്റെ വാക്ചാതുര്യം സംസാരിക്കുന്നതിലല്ല, മറിച്ച് നസ്രത്തിലെ വീട്ടിൽ തൻ്റെ മകനായ യേശുവിനെ അവൻ്റെ ഭാവി ദൗത്യത്തിനായി ഒരുക്കുന്നതിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ജോസഫിൻ്റെ ജീവിതവും പ്രവൃത്തികളും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. യേശുവിനെ നസ്രത്തിലെ യേശു എന്ന് വിളിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ അവൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് മാത്രമല്ല അത് സൂചിപ്പിക്കുന്നത്, മറിച്ച് അവതാരമായ വചനത്തിൻ്റെ വിത്ത് ഏത് തരത്തിലുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വീണുവെന്നും അത് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മണ്ണിൽ വചനം ചവിട്ടിമെത്തിക്കപ്പെട്ടിട്ടില്ല. സൂര്യൻ്റെ വെയിലിൽ വാടിപ്പോയിട്ടില്ല. മുൾച്ചെടികൾ ഞെരുക്കിക്കളഞ്ഞില്ല. പകരം ജോസഫിൻ്റെയും മേരിയുടെയും മണ്ണിൽ അത് വളർന്നു. ആദ്യം ഒരു ഇല, പിന്നെ കതിർ, പിന്നെ കതിരിൽ ധാന്യമണികൾ വിളഞ്ഞു. പിന്നീട് ആ ധാന്യം വളർന്ന് ലോകത്തിന് രക്ഷ നൽകുന്ന ജീവനുള്ള അപ്പമായി മാറി. തന്നെക്കുറിച്ച് സംസാരിക്കാതെ, സ്വയം പ്രകടിപ്പിക്കാതെ, എന്നാൽ ഒരു സാധാരണ ജീവിതം നയിക്കുകയും ആരും ശ്രദ്ധിക്കപ്പെടാതെ നീങ്ങുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജോസഫ്. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സ്നേഹത്തിന് മനോഹരമായൊരു നിർവചനം നൽകുന്നതുപോലെ ജോസഫിനെക്കുറിച്ച് നമുക്കും പറയാം. ജോസഫ് അസൂയപ്പെടുന്നില്ല, പൊങ്ങച്ചക്കാരനല്ല, ഒരിക്കലും സ്വന്തം താല്പര്യം അന്വേഷിക്കുന്നില്ല, അഹങ്കാരം നിറഞ്ഞവനല്ല. അവൻ സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ജോസഫിൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാണ്. അവൻ്റെ ജീവിതം ലളിതമാണ്. വാക്കുകൾ പരിമിതങ്ങളാണ്. അവൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരമായ ജീവിതം നയിക്കുന്നു. അന്തരിച്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2009 മാർച്ച് മാസത്തിൽ കാമറൂൺ സന്ദർശിക്കുന്ന വേളയിൽ വിശുദ്ധ ജോസഫിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അതിമനോഹരങ്ങളാണ്. പാപ്പ പറഞ്ഞു, ആരെയും സ്വന്തമാക്കി വയ്ക്കാതെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നു. വളരെ ലളിതമായ വാക്കുകൾ, എന്നാൽ ആഴത്തിലുള്ള അർത്ഥം അതിലുണ്ട്. വിശുദ്ധ യൗസേപ്പ് തൻ്റെ ഭാര്യ മേരിയെയും
മകനായ യേശുവിനെയും സ്വന്തമാക്കി വയ്ക്കാതെ സ്നേഹിച്ചുവെന്നത് വളരെ സത്യമാണ്. മേരി ജോസഫിൻ്റെ ഭാര്യയാണോ എന്ന ചോദ്യത്തിനുത്തരം തീർച്ചയായും അവൾ ഭാര്യയാണ് എന്നാണ്. കാരണം അവർ യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹിതരായി. പക്ഷേ അവൾ ഈ ലോകത്തിലെ മറ്റേതൊരു ഭാര്യയെയും പോലെ ആയിരുന്നില്ല. അവൾക്ക് ഒരു പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയാകാൻ അവൾ വിളിക്കപ്പെട്ടു. അവളുടെ ഭർത്താവായ മറിയത്തെ കൈവശമാക്കുന്നില്ല. അവളുടെ ഭർത്താവായ ജോസഫ് തൻ്റെ ഭാര്യയായ മറിയത്തെ കൈവശമാക്കുന്നില്ല. ഭർത്താക്കന്മാർ സാധാരണയായി പറയും, ഓ, ഇതെൻ്റെ ഭാര്യയാണ്, അതിനാൽ അവൾ എൻ്റേതാണ്, മറ്റാരുടെയും സ്വന്തമല്ല. ഇവിടെ ജോസഫിൻ്റെ വിളി മേരിയെ സംരക്ഷിക്കുക, പരിപാലിക്കുക, എല്ലാത്തിനുമുപരിയായി അവളെ ഭാര്യയായി സ്നേഹിക്കുക എന്നതാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ അന്നദാതാവായിരുന്നു അദ്ദേഹം. മറിയത്തെ സംരക്ഷിക്കുകയും യേശുവിൻ്റെ അമ്മയാകാൻ അവളെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ജോസഫ് തീർച്ചയായും സന്തോഷത്തോടെ ജീവിക്കുന്നു. അവൻ സ്നേഹവും അർപ്പണബോധവുമുള്ള ഒരു സാധാരണ ഭർത്താവായിരുന്നു. മേരിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. യേശുവിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുന്നു. യേശു അവൻ്റെ മകനാണ്, പക്ഷേ അവൻ അവൻ്റെ ജൈവിക പുത്രനല്ല. ജോസഫ് അവന് ജന്മം നൽകിയില്ല, പക്ഷേ അവൻ ഈ ഭൂമിയിൽ യേശുവിൻ്റെ പിതാവാണ്. യേശു തച്ചനായ ജോസഫിൻ്റെ മകൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ജോസഫ് അവരെ സ്വന്തമാക്കി വയ്ക്കാതെ ഉദാരമായി സ്നേഹിക്കുന്നു. ഇതുവഴി ജോസഫ് ത്യജിക്കുന്നത് എല്ലാത്തിനുമുപരിയായി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള അവൻ്റെ അവകാശവും ജനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സന്തോഷങ്ങളുമാണ്. അതിനാൽ അവൻ ദൈവത്തിന് അർപ്പിക്കുന്നത് ഒരു പുരുഷന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പുരോഹിതർക്കും സന്യസ്തർക്കും അതുകൊണ്ടാണ് ജോസഫ് ഒരു ഉത്തമ മാതൃകയാകുന്നത്. നമ്മുടെ ഇടവകകളിലും മിഷനുകളിലും സ്ഥാപനങ്ങളിലും ആരെയും സ്വന്തമാക്കി വയ്ക്കാതെ സ്നേഹിക്കാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ജോസഫിൽ നിന്ന് ഔദാര്യത്തിൻ്റെയും ത്യാഗപരമായ സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പഠിക്കാം. പ്രസിദ്ധമായ ഒരു ലാറ്റിൻ വാക്കുണ്ട്, ഇത്തേ ആദ് ജോസഫ്, അതായത് ജോസഫിലേക്ക് പോകുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത്. അവിടെ മറ്റൊരു ജോസഫിനെ നാം കാണുന്നുണ്ട്, ജേക്കബിൻ്റെ മകനായ ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫിനും പുതിയ നിയമത്തിലെ ജോസഫിനും പൊതുവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും സ്വപ്നങ്ങളിലൂടെ ദൈവവുമായി ആശയവിനിമയം നടത്തി. സാധാരണയായി ആളുകൾ രാത്രിയിൽ സ്വപ്നങ്ങൾ കാണും. അവർ എഴുന്നേൽക്കുമ്പോൾ അത് അവസാനിക്കും. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ജോസഫ് ഒരു സ്വപ്നജീവിയായിരുന്നില്ല. പലപ്പോഴും സ്വപ്നങ്ങൾ സ്വപ്നക്കാരൻ്റെ ഉപബോധ മനസ്സ് സംസാരിക്കുന്നതാണെങ്കിലും മറ്റു ചില സ്വപ്നങ്ങൾ ദൈവവുമായുള്ള ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമായി മാറുന്നു. പഴയ നിയമത്തിലെ ജോസഫ് ജേക്കബിൻ്റെ 11ാമത്തെ പുത്രനായിരുന്നു. ഉൽപ്പത്തി 37 നമുക്ക് കാണാം. അവന് 12 വയസ്സുള്ളപ്പോൾ അവനോടുള്ള പിതൃപ്രീതി അവൻ്റെ സഹോദരന്മാരുടെ അസൂയയെ പ്രകോപിപ്പിച്ചു. ആദ്യം അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു. പക്ഷേ അവസാനം അവനെ ഒരു കെണിയിൽ വീഴ്ത്തി അവൻ്റെ വിധിക്ക് വിടാൻ അവർ തീരുമാനിച്ചു. എന്നാൽ പിന്നീട് അവർ കൂടുതൽ ചിന്തിക്കുകയും ഈജിപ്തിലേക്ക് പോകുന്ന വ്യാപാരികളുടെ ഒരു സംഘത്തിന് 20 വെള്ളിക്കാശിന് വിൽക്കുകയും ഫറവോൻ്റെ കാവൽക്കാരനായ പൊത്തിഫറിന് അടിമയായി തീരുകയും ചെയ്തു. ജോസഫിനെ വശീകരിക്കുന്നതിൽ പരാജയപ്പെട്ട പൊത്തിഫറിൻ്റെ ഭാര്യയുടെ ദുരുദ്ദേശ നിമിത്തം ജയിൽവാസം അനുഭവിച്ചു. ഫറവോൻ്റെ ദാസൻ്റെയും ജയിലിൽ കിടന്നിരുന്ന അപ്പക്കാരൻ്റെയും സ്വപ്നങ്ങളെ ജോസഫ് വ്യാഖ്യാനിച്ചു. അത് പിന്നീട് യാഥാർത്ഥ്യമായി. ഇക്കാരണത്താൽ സ്വന്തം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ഫറവോൻ അവനെ വിളിച്ചു. ജോസഫ് അവ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉൽപ്പത്തി 41:29 പറയുന്നു, 7 വർഷം ഈജിപ്തിലുടനീളം വലിയ സമൃദ്ധി വരാൻ പോകുന്നു. എന്നാൽ പിന്നെയും 7 വർഷം ക്ഷാമം വരും. ഈജിപ്തിലെ സമൃദ്ധി എല്ലാം മറയ്ക്കപ്പെടും, കാരണം ക്ഷാമം ദേശത്തെ നശിപ്പിക്കും. ആ 7 നല്ല വർഷങ്ങളിൽ നിന്നുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ശേഖരിക്കാനും ധാന്യം സംഭരിക്കാനും സൂക്ഷിക്കാനും ജോസഫ് ഫറവോനെ നിർദ്ദേശിക്കുന്നു. ക്ഷേമത്തിൻ്റെ 7 വർഷം വരുന്നതുവരെ ഇത് ചെയ്തു. അവൻ പ്രവചിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. ജോസഫിൻ്റെ ഗുണങ്ങളും കഴിവുകളും അറിഞ്ഞ ഫറവോ അവനെ തൻ്റെ 2ാമത്തെ കമാൻഡറായി നിയമിച്ചു. ഉൽപ്പത്തി 41:39 ഫറവോ ജോസഫിനോട് പറഞ്ഞു,
ദൈവം ഇതെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള മറ്റാരുമില്ല. നീ എൻ്റെ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടം വഹിക്കണം. എൻ്റെ ജനമെല്ലാം നിൻ്റെ കൽപ്പനകൾക്ക് കീഴടങ്ങണം. ഈജിപ്ത് ദേശം മുഴുവൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആളുകൾ ഭക്ഷണത്തിനായി ഫറവോയോട് നിലവിളിച്ചപ്പോൾ ഫറവോ അവരോട് പറഞ്ഞു, ജോസഫിൻ്റെ അടുക്കൽ പോകുക, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. സിയേനയിലെ വിശുദ്ധ ബെർണാർഡ് എഴുതുന്നു, പഴയ നിയമത്തിലെ ജോസഫ് ധാന്യം തനിക്ക് വേണ്ടി സൂക്ഷിച്ചില്ല, മറിച്ച് എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകി. പുതിയ നിയമത്തിലെ ജോസഫും നമ്മെ പോറ്റുന്നു, കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള അപ്പം ലോകത്തിനു വേണ്ടി നൽകുന്നു. രണ്ട് ജോസഫുമാരുടെയും സാദൃശ്യത്തെ വിശുദ്ധ ബെർണാർഡ് ഇങ്ങനെ സംഗ്രഹിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് ഈജിപ്തുകാർക്ക് ശാരീരിക ജീവിതത്തിൻ്റെ അപ്പം മാത്രമല്ല നൽകിയത്, സ്വർഗീയ ജീവൻ നിലനിർത്തുന്ന സ്വർഗത്തിൽ നിന്നുള്ള അപ്പം തന്നെയാണ്. പയസ് 12-ാമൻ പാപ്പ പറയുന്നു, നിത്യജീവൻ്റെ അപ്പമായി നാം ഭക്ഷിക്കേണ്ട യേശുവിനെ പിതാവ് എന്ന നിലയിൽ പോഷിപ്പിക്കുകയും പഠിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്തത് വിശുദ്ധ ജോസഫാണ്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ 2 സന്ദർഭങ്ങളിൽ ജോസഫ് വഹിച്ച പങ്ക് പ്രധാനമായി കണക്കിലെടുക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് കുർബാനയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. അതായത് പരിച്ഛേദന സമയത്തും ദൈവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുന്ന വേളയിലും അദ്ദേഹം ഒരു പുരോഹിതനല്ലെങ്കിലും ഒരു പുരോഹിതൻ്റെ കടമകൾ നിർവഹിച്ചു. അവിടെ ദേവാലയത്തിൽ യേശുവിനെ എടുത്ത് സമർപ്പിച്ച് പിതാവിൻ്റെ കടമ നിർവഹിച്ചു. ഓരോ തവണയും നാം കുർബാന അർപ്പിക്കുകയോ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ പുരോഹിതൻ അൾത്താരയിൽ കൂദാശ ചെയ്യപ്പെട്ട അപ്പമെടുത്ത് ആരാധനയ്ക്കായി ഉയർത്തുമ്പോൾ ആദ്യമായി യേശുവാകുന്ന ആ അപ്പത്തെ ഉയർത്തിയത് വിശുദ്ധ യൗസേപ്പിതാവാണെന്ന് നമുക്കോർക്കാം. യേശുവിനെ ഒരേ സമയം ആദരവോടും വാത്സല്യത്തോടും കൂടെ കൈകളിലെടുത്ത് വളർത്തിയ ജോസഫ് ബലിപീഠത്തിലേക്ക് നീങ്ങുന്ന പുരോഹിതർക്ക് ഒരു ഉത്തമ മാതൃകയാണ്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഒരു പ്രസംഗത്തിൽ ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ തൻ്റെ നിയോഗം ഒരു കടലാസിൽ എഴുതി ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ പ്രതിമയ്ക്ക് കീഴിൽ സൂക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സെൻറ്റ് ജോസഫ് തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ട്. നിയോഗങ്ങൾ കൂടുകയും കടലാസ് കഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ പ്രതിമ ഉയരും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അദ്ദേഹം കടലാസ് കഷണങ്ങൾ ഓരോന്നായി നീക്കം ചെയ്യും. അങ്ങനെ പ്രതിമ താഴേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോഴെല്ലാം ഈ നല്ല രീതി നമുക്ക് പരിശീലിക്കാം. താരീസ് കോർദെ എന്ന തലക്കെട്ടോടെ വിശുദ്ധ ജോസഫിൻ്റെ വർഷം പരിചയപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ 2 വർഷം മുമ്പ് ഒരു പ്രബോധനം എഴുതി. ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെയാണ് ജോസഫ് യേശുവിനെ സ്നേഹിച്ചതെന്ന് നാം മനസ്സിലാക്കണമെന്ന് പാപ്പ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ 2020 കൂടുതൽ അറിയാനും വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തി സഭയിൽ പ്രചരിപ്പിക്കാനുമുള്ള ഒരു പ്രത്യേക വർഷമായിരുന്നു. ഈ അപ്പസ്തോലിക കത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഒരു കുട്ടിയെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ല, മറിച്ച് ആ കുട്ടിയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ പിതാവാകുന്നത്. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു വിധത്തിൽ അവൻ ആ വ്യക്തിക്ക് പിതാവായി മാറുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ആത്മീയ പിതൃത്വത്തെക്കുറിച്ച് പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. കൂടാതെ വിശുദ്ധ ജോസഫിൻ്റെ 7 സ്വഭാവ സവിശേഷതകൾ ഫ്രാൻസിസ് പാപ്പ അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹമയിയായ പിതാവ്, ആർദ്ര ഹൃദയമുള്ള പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്വീകരിക്കുന്ന പിതാവ്, ക്രിയാത്മക ധൈര്യശാലിയായ പിതാവ്, അധ്വാനിക്കുന്ന പിതാവ്, നിഴലായി നിൽക്കുന്ന പിതാവ് എന്നിങ്ങനെയാണവ. തനിക്ക് ലഭിച്ച യാതൊരു ഉത്തരവാദിത്വവും ദുരുപയോഗം ചെയ്യാതെ തീവ്രമായ സ്നേഹത്തിലും പരിത്യാഗത്തിലും ജീവിച്ച വിശുദ്ധ ജോസഫ് നമുക്ക് മാതൃകയാകട്ടെ. ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന ജോസഫ് യേശുവിന് വളരെ ദൃശ്യമാണ്. ദൈവിക വിളിക്ക് മുമ്പ് ശാന്തതയോടും പൂർണ്ണ ആത്മവിശ്വാസത്തോടും കൂടി തൻ്റെ ജീവിതം സമർപ്പിച്ച പിതാവായ ജോസഫ് നമുക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ.